ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം ചാകാറായിട്ടും ചാകാത്ത കാമം ബാധിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ട ഒരു സംഭവമാണ്. ഒരു മനുഷ്യൻ പുള്ളിയെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ വെച്ചിട്ടുണ്ട്. പ്രായം ചെന്നയാൾ കിടപ്പ് രോഗിയാണ്. ഇനി ഹോം നേഴ്സ് വന്നാൽ ഒത്തിരി നാളൊന്നും പുള്ളിയുടെ കൂടെ നിൽക്കത്തില്ല. അധികം താമസിയാതെ അവർ ഇട്ടു പോകും. ഇവർ വീട്ടുകാർ തപ്പി കണ്ടുപിടിച്ച് വേറൊരാളെ കൊണ്ടുവരും. അവർ വന്നാലും ഒത്തിരി നാളൊന്നും അവർ നിൽക്കത്തില്ല. പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ഹോം നേഴ്സുമാരോട് ചോദിച്ചപ്പോൾ അവർ സൂചിപ്പിച്ച ഒരു കാര്യം, ഒരിക്കൽ ഈ മനുഷ്യൻ ഹോം നേഴ്സിനെ കയറി പിടിച്ചു. നിങ്ങളെന്തായി കാണിക്കുന്നത്, ഇതെന്താ ഇങ്ങനത്തെ വൃത്തികേട് കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത്, നീ ഇത്ര നേരം എന്നെ തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്തില്ലേ, അതിനൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഞാൻ നിന്നെ ഒന്ന് പിടിച്ചെന്ന് വിചാരിച്ച എന്നാ കുഴപ്പം? ഇത്രയും നേരം നീ എന്നെ തൊടുകയും പിടിക്കുകയൊക്കെ അല്ലേ ചെയ്തേ. ഇങ്ങനത്തെ സംസാരവും ഇങ്ങനത്തെ പെരുമാറ്റമൊക്കെ കാരണമാണ് ഹോം നേഴ്സ് അവിടെ വാഴത്തില്ല. അവർ വന്ന് ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിയുമ്പോഴേ അവരിട്ടു പോകും. എന്താ നമ്മളിവിടെ കാണുക? ചാകാറായ മനുഷ്യൻ, എന്നിട്ടും കാമഭ്രാന്ത് അത് ചത്തിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു പ്രായത്തിൽ പോലും ഒരു നല്ല മരണം കൊതിക്കാതെ, ഒരു വിശുദ്ധ ജീവിതം നയിച്ച് മരണാനന്തരം സ്വർഗത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ കാമം ആ മനുഷ്യനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ചാകാത്ത 3 കൊതികളുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് നല്ലതാണ്, 2 ചീത്തയാണ്. ചാകാത്ത 3 കൊതികൾ നമുക്ക് അതേക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കൊതിയാണ് ജഡക്കൊതി. ഇവിടെ അപ്പച്ചനിൽ നമ്മൾ കണ്ടത് അതാണ്. ചാകാറായി അത്രയും വയോധികനായിട്ട് കഴിഞ്ഞിട്ട് പോലും ഈ ജഡിക ചിന്ത മനസ്സിൽ നിന്ന് മാറാതെ, ജഡമോഹം വിട്ടുപോകാതെ അത് ആ മനുഷ്യനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അതുമൂലം മറ്റുള്ളവർക്കുണ്ടായ ഉതപ്പ്, മറ്റുള്ളവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, ഇതൊന്നും ആ മനുഷ്യൻ ചിന്തിക്കുന്ന പോലുമില്ല. കാരണം ജഡമോഹം, ജഡക്കൊതി അത് മാറാതെ ഇരുന്നത് കൊണ്ടാണ്. 2 സാമുവേൽ 11 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജഡക്കൊതി പൂണ്ട ദാവീദ് ചെയ്തൊരു കാര്യം. ബത്ശേബ ആ കുളിസീൻ കണ്ടു. അപ്പൊ അവന് ഒരു താല്പര്യം തോന്നി, അവളെ വരുത്തിച്ചു, അവളെ പ്രാപിച്ചു, അവൾ ഗർഭിണിയായി. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളിലേക്ക്, പിന്നെ അവളുടെ ഭർത്താവിനെ മരണപ്പെടുത്താനുള്ള പദ്ധതികൾ, ജഡക്കൊതി എന്തിലേക്കെല്ലാം നയിച്ചു എന്നുള്ളത് കാണാൻ പറ്റും. ഈ മനുഷ്യന് ഭാര്യമാരില്ലായിരുന്നിട്ടാണോ? ഉണ്ടായിരുന്നു. പക്ഷേ ആ ദുർമോഹം, ജഡക്കൊതി അദ്ദേഹത്തെ ഭരിച്ചത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത്. അത് എന്തുമാത്രം നഷ്ടം ആ കുടുംബത്തിന് വരുത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1 രാജാക്കന്മാർ 11 അധ്യായം അതിൻ്റെ 1 മുതൽ വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് അനേകം വിദേശ വനിതകൾ. ഇനി അവരെ സ്വീകരിക്കരുത്, ഭാര്യമാരാക്കരുത്, കർത്താവ് സോളമന് നിർദ്ദേശം കൊടുത്തിരുന്ന. പക്ഷെ അതെല്ലാം മറന്നിട്ട് അവരെ ഭാര്യമാരാക്കി. അവര് മുഖാന്തരം പിന്നീട് അവൻ വിഗ്രഹാരാധന പോലത്തെ മാരകമായ പാപത്തിലേക്ക് വീണുപോയി. ഇനി അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ രാജ്യം വിഭജിക്കപ്പെട്ടതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ 1 രാജാക്കന്മാർ 11 അധ്യായം മുതൽ മുമ്പോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. 10 അധ്യായത്തിൽ നമ്മൾ കാണുക അളവറ്റ ജ്ഞാനിയായ ഒരു വ്യക്തി, എന്നിട്ടും ഇത്രയും പരിതാപകരമായ ഒരു പാപത്തിലേക്ക്, പാപാവസ്ഥയിലേക്ക് അവൻ തള്ളപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തായിരുന്നു കാരണം? ജഡക്കൊതി. റോമാലേഖനം 8:12 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 8 അധ്യായം 12-13 വചനങ്ങൾ, ജഡികരായി ജീവിച്ചാൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. ജഡികരായി ജീവിച്ചാൽ, ജഡത്തിന്റെ പ്രവണതയ്ക്ക് നിങ്ങളെ വിട്ടുകൊടുത്താൽ നിങ്ങൾ മരിക്കും. ഗലാത്യർ 6 അധ്യായം 7 മുതൽ വായിക്കുമ്പോഴും ജഡത്തിനായി വിതയ്ക്കുന്നവർ ജഡത്തിൽ നിന്നും നാശം കൊയ്തെടുക്കേണ്ടി വരും. 2ാമത്തെ കൊതിയാണ് പണക്കൊതി. ജഡക്കൊതി കഴിഞ്ഞാൽ പണക്കൊതി. ഇതും തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് നാശത്തിലേക്ക് നയിക്കും. യോഹന്നാൻ 12:6 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് ഒരു പണക്കൊതിയനെയാണ് പണസഞ്ചി സൂക്ഷിപ്പിച്ചത്, അവനെ ഏൽപ്പിച്ചത്. യൂദാസ് അവന് പണക്കൊതിയനായിരുന്നു എന്നുള്ളത് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അതിൽ വീണിരുന്നതിൽ നിന്ന് ഇവൻ അടിച്ചു മാറ്റുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നുവെന്ന്. 2 മക്കവായർ 10 അധ്യായം 20 വചനം വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, പണക്കൊതിയരായ ചിലർക്ക് കൈക്കൂലി കൊടുത്തിട്ട് ദൈവത്തിന് അപ്രീതി ഉളവാക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രംഗം. പണക്കൊതിയർ കൈക്കൂലി വാങ്ങും. ലൂക്കാ 16:14 വായിക്കുമ്പോൾ അവിടെ പണക്കൊതിയരായ ചില ഫരിസേയര് കർത്താവിൽ കുറ്റം കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചും അവിടെ സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. 1 തീമോത്തി 6 അധ്യായം 6 മുതൽ 10 വരെ വായിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ നേട്ടമാണ്. അവർക്ക് പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്. പണക്കൊതിയർക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. 9 വചനം, ധനമോഹം തലയ്ക്ക് പിടിച്ചാൽ അത് ഒരുപാട് കെണിയിലേക്ക് നിന്നെ നയിച്ചുകൊണ്ടിരിക്കും. നീ കെണിയിൽപ്പെടും, നീ നാശത്തിൽപ്പെടും. 10 വചനം പറയാണ്, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. അപ്പം അതുകൊണ്ട് അതിൽ പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 3ാമത്തെ കൊതിയാണ് നല്ല കൊതിയാണ്, സ്വർഗക്കൊതി. സ്വർഗത്തിൽ പോകണം എന്നുള്ള കൊതി. എത്രയോ വിശുദ്ധർക്ക് ആ കൊതി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് സ്വർഗത്തിൽ പോയത്. വിശുദ്ധ കൊച്ചു ത്രേസ്യ അവർ പറഞ്ഞത്, എനിക്ക് സ്വർഗത്തിൽ പോകണം, ഇനി ഞാൻ അതിന്
എല്ലാ കൽപ്പനകളും കൃത്യമായിട്ട് പാലിക്കും. സഭ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് പാലിക്കും. ഞാൻ എന്ത് സഹനം ഏറ്റെടുക്കണമെങ്കിലും ഏറ്റെടുക്കും. എനിക്ക് സ്വർഗത്തിൽ പോകണം. ഞാനിതെല്ലാം ചെയ്യുന്നത് ഒറ്റ ആഗ്രഹം കൊണ്ടാണ്, സ്വർഗത്തിൽ പോകാനുള്ള ആഗ്രഹം. സ്വർഗത്തിന് വേണ്ടി ഒരു കൊതിയാണ് അവർക്കുണ്ടായിരുന്നത്. സ്വർഗത്തിലെത്തിയ എല്ലാ വിശുദ്ധർക്കും ഈ കൊതി ഉണ്ടായിരുന്നുകൊണ്ടാണ് പാപത്തിൻ്റെ സുഖം വേണ്ടാന്ന് വെച്ചും ദൈവത്തിന് അനിഷ്ടമായ കാര്യങ്ങൾ ചെയ്യാതെയൊക്കെ അവരുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ അവർക്ക് സാധിച്ചത്. ഒരു കാര്യം വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമുക്കതുകൂടി മനസ്സിലാക്കിയിരിക്കാം. ഈ മുടി നരച്ചാൽ പോരാ, മുടി നരയ്ക്കുന്നതോടൊപ്പം ദൈവിക ജ്ഞാനം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ പറ്റണം. ഈ ജ്ഞാനമുള്ളവർക്കാണ് ലോകം മറന്ന് സ്വർഗത്തിന് വേണ്ടി കൊതിയോടെ അവരുടെ ജീവിതത്തിൽ മുന്നേറാൻ പറ്റുക. ലൂക്ക 2:52 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, യേശു വളർന്നത് പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു എന്ന്. ഇതാണ് ഒരു ക്രിസ്ത്യാനി ഏറ്റെടുക്കേണ്ട ഒരു കാര്യം. നമ്മളും യേശുവിനെ പോലെ വളരാൻ വിളിക്കപ്പെട്ടവരാണ്. അവസാനമായിട്ട് ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. സ്നേഹം രുചിക്കുന്നവരുടെയാണ് കാമം ശമിക്കുന്നത്. കാമം ശമിക്കണോ? സ്നേഹം രുചിക്കണം. ഇതിന് വലിയൊരു ഉദാഹരണമാണ് അഗസ്തീനോസ്. ഒരു കാലത്ത് കാമം രുചിച്ച് ജീവിച്ച ഒരു വ്യക്തി. പല സ്ത്രീകളുടെ പുറകെ പോയിട്ടുണ്ട് അതിനു വേണ്ടി. പക്ഷെ പിന്നീട് നമ്മൾ കാണുകയാണ്, സ്നേഹം രുചിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഒരു കാമം രുചിക്കാൻ ഇവർ പലരും അദ്ദേഹത്തെ ക്ഷണിച്ചു പോയില്ല. കാമം തിളച്ചു നിന്ന സമയത്താണെങ്കിൽ ദൈവത്തെ പോലും മറന്ന് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ശുദ്ധമായ സ്നേഹം, ദൈവം നൽകുന്ന ആ സ്നേഹം, നല്ല മനുഷ്യരിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആ ഒരു ശുദ്ധമായ സ്നേഹം, അത് കിട്ടിക്കഴിയുമ്പോൾ കാമം താനെ ശമിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുക്കമായിട്ട് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ള എല്ലാവരുടെയും ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.